Debate with Dr. Arun Kumar. രാഹുലിനെ ചൊല്ലി കോൺഗ്രസിൽ അംഗം വിട്ടു എന്നാണ് ചോദ്യം. അതിഥികളായ നമുക്കൊപ്പം കോൺഗ്രസ് സഹയാത്രികൻ എൻ ശ്രീകുമാർ, MES-ൽ നിന്നും ഡോക്ടർ ഫസൽ ഗഫൂർ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് കരുതുന്നു. CPM പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, BJP-യിൽ നിന്നും VS ജിതിൻ ദേവ് എന്നിവരാണ്. ഞാൻ ആദ്യം അഡ്വക്കേറ്റ് KS അരുൺകുമാറിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, 15-ാം തീയതി നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ പാലക്കാടിൻ്റെ MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് ആ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് നിയമപരമായി ഒരു തടസ്സവുമില്ലല്ലോ, ഒരയോഗ്യതയുമില്ലല്ലോ. അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടിയിൽ നിന്നും മാത്രമാണ് പുറത്താക്കിയിരിക്കുന്നത്. ഇന്ന് KPCC അധ്യക്ഷൻ പറയുന്നത് അദ്ദേഹത്തിന് ഒരയോഗ്യതയുമില്ല നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എന്നാണ്. സ്പീക്കറാണ് അദ്ദേഹത്തിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത് എന്നാണ്. ശരിയല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് എന്തെങ്കിലും അയോഗ്യതയുണ്ടോ? അഡ്വക്കേറ്റ് KS അരുൺകുമാർ. ഒരു MLA എന്ന രൂപത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ യാതൊരു തരത്തിലുള്ള അയോഗ്യതയും നിലവിലില്ല. അദ്ദേഹത്തിനെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നുണ്ട്. നിരവധി പരാതികൾ പൊതുസമൂഹത്തിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനകത്ത് പല വാദപ്രതിവാദങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ നിയമസഭാ അംഗം എന്ന രൂപത്തിൽ അദ്ദേഹം നിയമസഭയിൽ ഹാജരാക്കുന്നതിനെ വിലക്കുന്ന തരത്തിൽ ഒരു തരത്തിലുള്ള ഇടപെടലുകളും മറ്റൊരു ജുഡീഷ്യൽ സംവിധാനത്തിൽ നിന്നോ പോലീസ് സംവിധാനത്തിൽ നിന്നോ നിലവിലില്ല. അദ്ദേഹത്തിന് പങ്കെടുക്കാം. പക്ഷേ ധാർമ്മികമായിട്ടുള്ള ചില ചോദ്യങ്ങൾ പൊതുസമൂഹത്തിലുണ്ട്. കാരണം ഇതുവരെ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ഏതെങ്കിലും പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരിച്ചൊരു നിയമ നടപടിയും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല. ഏതെങ്കിലും ഉയർന്നു വന്ന ആരോപണങ്ങൾ വ്യാജമാണ് എന്ന് പൊതുസമൂഹത്തിൽ തെളിവുകളോടെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ എന്ന രൂപത്തിൽ പുറത്തുവന്ന വോയിസ് മെസ്സേജുകൾ, ആ വോയിസ് മെസ്സേജ് എന്റേതല്ല എന്ന് അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. അത് നിഷേധിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, ആ വോയിസ് മെസ്സേജിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം പോലീസിനെയോ കോടതിയോ സമീപിച്ചിട്ടുമില്ല. ഫോറൻസിക് ലാബുകൾ അടക്കമുള്ള ലാബുകളുണ്ട്. ആ ലാബുകളിൽ പോയി പരിശോധിച്ചുകൊണ്ട് ഏറ്റവും ഗുരുതരമായിട്ടുള്ള വോയിസ് മെസ്സേജ് പുറത്തു വന്ന്, പ്രത്യേകിച്ച് ഗർഭിണിയായ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വോയിസ് മെസ്സേജ് വരുമ്പോൾ അതിൽ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രേരിപ്പിക്കുന്ന സാഹചര്യം, നിന്നെ കൊന്നുകളയാൻ എനിക്ക് നിമിഷങ്ങൾ മതി എന്ന് പറയുന്ന വോയിസ് മെസ്സേജ് അടക്കം പരിശോധിക്കണമെന്നോ അത് എന്റേതല്ലെന്നോ അത് കൃത്യമായി ഫോറൻസിക് ലാബിൽ പരിശോധിക്കണമെന്നോ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല. ഈ വാർത്തകൾ പുറത്തു കൊണ്ടുവന്ന മാധ്യമങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടി സ്വീകരിക്കുകയോ ആ മാധ്യമങ്ങൾ തെറ്റായ വാർത്ത സംപ്രേഷണം ചെയ്തതാണ് എന്ന് കൃത്യമായി തെളിവുകളുടെ അകമ്പടിയോടെ അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന മുഴുവൻ പരാതികളിലും ഉന്നയിക്കപ്പെട്ട സാഹചര്യം അതേപോലെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ നിയമനിർമ്മാണ സഭ പോലുള്ള ഉയർന്ന സഭയിൽ അദ്ദേഹം വരണമോ, അദ്ദേഹത്തെ വരുത്തണമോ? കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി അംഗമായിരുന്നു, നടപടിയെടുത്തു എന്ന് കോൺഗ്രസ് പറയുന്നു. ഒരു കുറിപ്പ് പോലും ഒരു മാധ്യമങ്ങൾക്കും ഇതുവരെ കൊടുത്തിട്ടില്ല. സസ്പെൻഷനാണോ, ഡിസ്മിസലാണോ, അല്ലെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ ആണോ, റിമൂവൽ ആണോ, ഒന്നും ആധികാരികമായിട്ടുള്ള ഒരു തെളിവുമില്ല. ഒരു മാസത്തേക്ക് മാത്രം നിലനിൽക്കുന്ന ഭരണഘടനാ പ്രൊവിഷൻ അനുസരിച്ചുള്ള നടപടി സെപ്റ്റംബർ മാസം 25-ാം തീയതി പൂർത്തീകരിക്കപ്പെടും. അതിനുശേഷം അദ്ദേഹം സ്വാഭാവികമായും ഭരണഘടനാപരമാണെങ്കിൽ തിരിച്ചു വരും. അപ്പൊ അത്തരമൊരു സാഹചര്യം എല്ലാം ഉള്ളപ്പോൾ അതിൽ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ആണ്, വ്യക്തിപരമായിട്ട് അദ്ദേഹം തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിയമസഭയിൽ വരുന്നതോ വരാതിരിക്കുന്നതോ ഒരു പ്രശ്നമല്ല. പക്ഷേ പൊതുസമൂഹത്തിൽ ഒരു യുവജന നേതാവിനെതിരെ ഉയർന്നു വന്ന ഗുരുതരമായ ആരോപണങ്ങൾ അത്ര ഗുരുതര സ്വഭാവത്തോടെ തന്നെ നിലനിൽക്കുന്നു. ഈ ആരോപണം ഉയർന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു ടീമിനെ കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് രാത്രി മാർച്ച് നടപ്പിക്കുന്നു. പോലീസുകാർക്കെതിരെ തീപ്പന്തം എറിയുന്നു, മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്നു, അവർക്കെതിരെ കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നു, സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് വ്യാജ പ്രചരണം നടത്തുന്നു. അതോടൊപ്പം തന്നെ നിരവധി ചാനൽ വാർത്താ സംഘത്തെ ആക്രമിക്കുന്നു, വെല്ലുവിളിക്കുന്നു. ഏറ്റവും അവസാനം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നു, വലിയ ആക്രമണം സംഘടിപ്പിക്കുന്നു. ഇതെല്ലാം കോൺഗ്രസിന്റെ ഇന്റേണൽ ആയിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. ഇതെല്ലാം പൊതുസമൂഹം കാണുന്നുണ്ട്, ഗൗരവത്തോടെ തന്നെ കാണുകയാണ്. ഈ സാഹചര്യത്തിലും ചൂരൽമല, മുണ്ടക്കൈ പോലുള്ള ദുരന്തത്തിൽ ശേഖരിച്ച പണത്തിന്റെ കണക്കുകളടക്കം പൊതുസമൂഹത്തിൽ നിന്ന് മുക്കിക്കളയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു. വ്യാജ ID കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങൾ മുക്കിക്കളയാനുള്ള ശ്രമം നടക്കുന്നു. പക്ഷെ ഇതെല്ലാം ജനങ്ങളുടെ മുന്നിൽ ഗൗരവത്തോടെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. അതുകൊണ്ട് കോൺഗ്രസിന് തീരുമാനിക്കാം, വ്യക്തിപരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിക്കാം നിയമസഭയിൽ പങ്കെടുക്കണമോ വേണ്ടോ എന്ന്. പക്ഷെ ഉയർന്ന വന്ന എല്ലാ തെളിവുകളും എല്ലാ ആരോപണങ്ങളും അതേപോലെ തന്നെ അണ്ടർ ഇൻവെസ്റ്റിഗേഷനിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. എൻ ശ്രീകുമാർ ഉണ്ട് നമുക്കൊപ്പം. എൻ ശ്രീകുമാർ, നോക്കൂ, അദ്ദേഹത്തിന് നിയമപരമായി ഒരയോഗ്യതയുമില്ല.
പക്ഷേ ധാർമ്മികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിന് എത്തേണ്ടതുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അങ്ങനെ എത്തിയാൽ അത് കോൺഗ്രസിനെ എങ്ങനെയാണ് ബാധിക്കുക? താങ്കൾക്ക് KPCC അധ്യക്ഷന്റെ വാക്കുകളും പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളും കേൾക്കുമ്പോൾ ഒരു വൈരുദ്ധ്യം അനുഭവപ്പെടുന്നുണ്ടോ? പ്രതിപക്ഷ നേതാവ് പറയുന്നത് അദ്ദേഹം CLPക്ക് പുറത്താണ്, പാർട്ടിക്ക് പുറത്താണ്, സസ്പെൻഷനിൽ നിൽക്കുന്നയാളാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് രാഹുൽ ഒരു ക്ലോസ്ഡ് ചാപ്റ്ററാണ്. അദ്ദേഹം നിയമസഭയിൽ എത്തുമോ ഇല്ലയോ എന്ന നേരിട്ടുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന മറുപടി ഇന്ന് വളരെ വ്യക്തമായി, ഒരു സംശയത്തിനുമിടയില്ലാത്ത വിധം പ്രതിപക്ഷ നേതാവ് പറയുന്നു CLPക്ക് പുറത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രതിപക്ഷ നേതാവ് ഊഹിക്കുന്നത്, പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് നിയമസഭയിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി എത്താൻ കഴിയില്ല എന്നാണ്. പിന്നീട് എന്തിനാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷന് അക്കാര്യത്തിലൊരു സോഫ്റ്റ് കോർണർ ഉണ്ടാവുന്നത്? അത് സ്പീക്കറാണ് സംരക്ഷണം നൽകേണ്ടത്, അദ്ദേഹത്തിനൊരു അയോഗ്യതയും ഇല്ലല്ലോ. ഇത് സാങ്കേതികമായ കാര്യങ്ങളല്ലേ, അതല്ലല്ലോ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത്. കോൺഗ്രസിൻ്റെ അഭിപ്രായം എന്താണ്? ഈ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തണമോ വേണ്ടയോ? എത്തിയാൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുമോ? N. ശ്രീകുമാർ. നോക്കൂ ഡോക്ടർ അരുൺ, ഇവിടെ CPMൻ്റെ പ്രതിനിധി അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞല്ലോ, അദ്ദേഹം നിയമസഭയിൽ വരികയോ വരാതിരിക്കുകയോ ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു വിഷയമല്ല, ധാർമ്മികതയുടെ പ്രശ്നമേ ഉള്ളൂ. അവർക്കത് വിഷയമല്ലാത്ത എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒപ്പം ഇതുപോലെ 4 പേരുണ്ട്, അവർ നിയമസഭയിൽ വരുന്നുണ്ട് ധാർമ്മികത പോക്കറ്റിലിട്ടിട്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർക്കത് വിഷയമല്ലാത്ത. പക്ഷേ കോൺഗ്രസിനത് വിഷയമാണ്. കോൺഗ്രസിനത് വിഷയമായതുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ്, പാർലമെൻ്ററി പാർട്ടി ലീഡർ, പ്രതിപക്ഷ നേതാവ് അവിടെ നിൽക്കട്ടെ, പാർലമെൻ്ററി പാർട്ടി ലീഡറായ ശ്രീ VD സതീശൻ പറഞ്ഞത് അദ്ദേഹം കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയിലുമില്ല, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിലുമില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വരുവോ വരാതിരിക്കുകയോ ചെയ്യേണ്ടതൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യമാണ്. ഇക്കാര്യത്തിൽ KPCC പ്രസിഡന്റ് കൂടുതൽ വിവരങ്ങൾ പറയും. ഇതാണ് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ പാർലമെൻ്ററി പാർട്ടി ലീഡർ, ഇവിടെ അതാണ് പ്രസക്തി, പാർലമെൻ്ററി പാർട്ടി ലീഡറായ VD സതീശൻ പറഞ്ഞത്. ശ്രീ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റായ ശ്രീ സണ്ണി ജോസഫ് പറഞ്ഞത് അദ്ദേഹത്തിന് യാതൊരു അയോഗ്യതയുമില്ല, അദ്ദേഹം MLA ആണ്, അദ്ദേഹത്തിന് വരികയോ വരാതിരിക്കുകയോ ചെയ്യാം, അത് അദ്ദേഹം തീരുമാനിക്കും. ഇത് വളരെ സ്പഷ്ടമാണ്. ഇതിൽ അരുൺകുമാർ ചോദിച്ചൊരു ചോദ്യമാണ് കോൺഗ്രസിൻ്റെ കാര്യം. കോൺഗ്രസിൻ്റെ കാര്യമാണ് ശ്രീ സണ്ണി ജോസഫ് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA സഭയിൽ വരണം, അത് കോൺഗ്രസിൻ്റെ ആവശ്യമാണ് എന്നല്ല അദ്ദേഹം പറഞ്ഞതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അദ്ദേഹത്തിൻ്റെ കാര്യം. കോൺഗ്രസ്സിന് ഇനി അതിൽ ബന്ധമില്ല, കാരണം അദ്ദേഹം കോൺഗ്രസ് MLA അല്ല. കോൺഗ്രസ് MLA അല്ലാത്ത ഒരാൾ സഭയിൽ വരണോ എന്ന് തീരുമാനിക്കേണ്ടത് ആ MLA ആണ്, കോൺഗ്രസ് അല്ല. പാർലമെൻ്ററി പാർട്ടിയിൽ അദ്ദേഹമില്ല, അപ്പോൾ പാർലമെൻ്ററി പാർട്ടിയല്ല. UDF സംവിധാനത്തിൽ അദ്ദേഹമില്ല, അതുകൊണ്ട് UDFും അല്ല. അപ്പോൾ അത് അദ്ദേഹത്തിന് തീരുമാനിക്കാം, താൻ പോകണോ പോകണ്ടേ എന്നുള്ള അദ്ദേഹത്തിന് തീരുമാനിക്കാം. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, തന്നെ വളർത്തിയ ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ആ നിലയ്ക്ക് നിയമസഭാ സമ്മേളനം ഇക്കുറി ചേരുമ്പോൾ വളരെയധികം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹിച്ചിട്ടാണ് CPMൻ്റെ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും MLA കൂടിയായ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെ എത്തുക. കാരണം അവരുടെ ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ വിഷയം ഡോക്ടർ അരുൺകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള റിപ്പോർട്ടർ TV തന്നെ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞ ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം എന്ന് പറഞ്ഞ ആ വിഷയം, വ്യാപക പോലീസ് അതിക്രമങ്ങൾ, ലോക്കപ്പ് മർദ്ദനങ്ങൾ, കസ്റ്റഡി മരണം, DYFI പ്രവർത്തകൻ്റെ ഉൾപ്പെടെ CPM ലോക്കൽ സെക്രട്ടറിയുടെ ഉൾപ്പെടെ പരാതികൾ, ഇതെല്ലാം ചർച്ചയ്ക്ക് വരുമ്പോൾ അവിടെ ഒരു ആരോപണ വിധേയനായ MLA പോകുമ്പോൾ അതിലേക്ക് കേന്ദ്രീകരിച്ച് ഭരണപക്ഷം ഉണ്ടാക്കാവുന്ന ഒരു ബഹളമുണ്ട്. ആ ബഹളത്തിൽ ഈ വിഷയങ്ങൾ മുങ്ങിപ്പോകും. ഈ വിഷയങ്ങൾ മുങ്ങിപ്പോകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ശ്രീ രാഹുൽ എങ്കിൽ അദ്ദേഹം ആ സഭയിലേക്ക് വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ വളർത്തിയ പ്രസ്ഥാനമാണ്. ഇപ്പോൾ അദ്ദേഹം ആരോപണ വിധേയനാണ്, അതുകൊണ്ട് പാർട്ടി അദ്ദേഹത്തെ നടപടിയെടുത്ത് പുറത്തു നിർത്തിയിരിക്കുന്നു. ഇതാണ് 2 കാര്യങ്ങൾ. ഇതാണ് ഇവിടെ വിഷയം. എന്താണെന്ന് വെച്ചാൽ CPMൻ്റെ ഇതേ ആരോപണ വിധേയരായവർ എല്ലാ ധാർമ്മികതയും മറന്നുകൊണ്ട് 3-4 പേര് സഭയിലേക്ക് കടന്നു വരികയല്ലേ. അതുപോലെ വേണമെങ്കിൽ സ്വതന്ത്ര, ഇപ്പോൾ കക്ഷിരഹിതനെന്ന് വേണേൽ പറയാം, രാഹുലിൻ്റെ കക്ഷിരഹിതനായ അദ്ദേഹത്തിനും കടന്നു വരാം. പക്ഷേ അദ്ദേഹം കടന്നു വരുമ്പോൾ ഇവരെന്താ ചെയ്യാന്ന് നമുക്കറിയാമല്ലോ. KM മാണിയുടെ കാലത്ത് ബജറ്റ് അവതരിപ്പിക്കാൻ ഉണ്ടാക്കിയപ്പോൾ യാതൊരു നിയമസഭാ ചട്ടങ്ങളും ഓർക്കാതെ ഇവരെന്താ കാട്ടിക്കൂട്ടിയെന്ന് നമുക്കറിയാമല്ലോ. ആ കേസ് ഇപ്പോഴും നടക്കുകയാണല്ലോ. അതുപോലെ ഇവരെന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ ഈ കസ്റ്റഡി മരണം എവിടെ പോകും? ഇനി അതുമാത്രമല്ല, ഇന്ന് പുതിയ വിഷയം CPM തന്നെ തന്നിട്ടുണ്ട്. DYFIയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുടെ ഒരു ഫോൺ സന്ദേശം, ആ ഫോൺ സംസാരം അത് ആ ശബ്ദം തൻ്റേതാണെന്ന് അദ്ദേഹം ചാനൽ പ്രവർത്തകരോട്, റിപ്പോർട്ടർ ചാനലിൻ്റെ അടക്കമുള്ള ജെയ്സൺ ചാമവൽപ്പിൽ ഉൾപ്പെടെയുള്ള ലേഖകരോട് അദ്ദേഹം പറഞ്ഞ ശബ്ദം അദ്ദേഹത്തിൻ്റേതാണെന്ന്. പിന്നീട് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ നിഷേധിച്ചെന്ന് പറഞ്ഞു, ഞാൻ കണ്ടില്ലത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എന്താണ്?
തൃശ്ശൂരിലെ CPM നേതാക്കൾക്കെതിരെയുള്ള ഗുരുതരമായ സാമ്പത്തിക ആരോപണം. ഇത് വലിയ ചർച്ചയാണ്, എല്ലാ ചാനലുകളും ഇന്ന് ചർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ആ വിഷയം ഇതവിടെ ചർച്ച ചെയ്യണ്ടേ? അത് കൂടാതെയുള്ള മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നടത്തുന്ന മൗനം പോലീസ് മർദ്ദനത്തിൽ അത് ചർച്ച ചെയ്യണ്ടേ? അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യേണ്ട ഒരു സഭയിൽ ഇങ്ങനെയൊരു വിഷയം, അതായത് ഒരു MLA കടന്നു വരുമ്പോൾ ഉണ്ടാകാവുന്ന ബഹളം ആ MLAയിൽ കേന്ദ്രീകരിക്കും. അത് കേന്ദ്രീകരിക്കാൻ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്ടപ്പെടുന്ന ഞാൻ കരുതുന്നില്ല. പക്ഷേ കോൺഗ്രസിന് അത് അറിയില്ല. കാരണം അദ്ദേഹം കോൺഗ്രസ് MLA അല്ല, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിലില്ല, UDF സംവിധാനത്തിലില്ല. അതുകൊണ്ട് കോൺഗ്രസിന് അത് അറിയില്ല. അതാണ് സണ്ണി ജോസഫ് വളരെ കൃത്യമായി പറഞ്ഞത്. അദ്ദേഹത്തിന് അയോഗ്യതയില്ല പങ്കെടുക്കാൻ. കാരണം അദ്ദേഹം MLA ആണ്, ഒരു കുറ്റപത്രവും ഇല്ല, ഒരു പരാതി ഡയറക്റ്റായിട്ടൊരു പരാതിയില്ല. പരാതി കൊടുത്തൊക്കെ മൂന്നാം കക്ഷികളുടെ പരാതിയാണ്, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ ശ്രീ അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞൊരു വ്യാജ കാർഡ് എത്ര കാലമായി അത് ഇപ്പോൾ 2 ആഴ്ചയായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എങ്ങും എത്തുന്നില്ല, അന്വേഷണങ്ങൾ എങ്ങും എത്തുന്നില്ല. പൊടിതേട്ടി എടുത്തിട്ട് പൊടി പോകുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇവർക്കൊന്നും പറയാനില്ലാത്തതുകൊണ്ട് രാഹുൽ ഒന്ന് വന്ന് കിട്ടിയാൽ മതി എന്നാണ് ഇവരുടെ ചിന്ത. അതാണ് ഇവർ പറയുന്നത്. പറയട്ടെ, ഞാൻ ഒന്ന് ജിതിൻ ദേവിലേക്ക് കൂടി പോയി വരാം. ജിതിൻ ദേവ്, നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് നിയമസഭയിൽ വരാൻ സാങ്കേതികമായി ഒരു അയോഗ്യതയുമില്ല. അതാണ് KPCC അധ്യക്ഷൻ പറഞ്ഞു വെച്ചത്. എന്നാൽ മറുഭാഗത്ത് കോൺഗ്രസ് ഇതിനെക്കുറിച്ച് ഒരുപാട് അടികൾ നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യം, മാതൃകാപരമായ ഒരു പാർട്ടി ഒരു നിലപാടെടുത്തിരിക്കുകയാണ്. ആ നിലപാടെന്ന് പറയുന്നത് എന്താണ്? ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്കെതിരെ ഗുരുതരമായ ആരോപണം ശബ്ദ സന്ദേശമായി പുറത്തു വരുമ്പോൾ ആ ആരോപണങ്ങൾ കണക്കിലെടുത്ത് ആ നേതാവിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള ആർജവം കാണിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടിയുടെ നിയമസഭാ കക്ഷിയിൽ നിന്ന് മാറ്റി നിർത്തിയ പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. അത്രയല്ലേ ഒരു പാർട്ടിക്ക് ചെയ്യാൻ കഴിയൂ. ഇനി പാർട്ടിക്ക് ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക? കാരണം കക്ഷിരഹിതനായിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിക്കാം പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി നിയമസഭയിൽ എത്തണോ, അതല്ല നിയമസഭയിൽ വരാതെ പാർട്ടിക്ക് പ്രതിപക്ഷത്തിന് ആക്രമിക്കാനുള്ള അവസരമെല്ലാം കൊടുക്കണോ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് തീരുമാനിക്കാം. അതല്ലേ പാർട്ടിക്ക് ചെയ്യാൻ കഴിയൂ. അത് മാതൃകാപരമായ ഒരു കാര്യമല്ലേ VS ജിതിൻ ദേവ്? നിലവിലെ നിയമസഭാ സാമാജികരുടെ സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ MLAയിൽ വരാൻ എല്ലാ തരത്തിലുള്ള അവകാശവും രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. കാരണം ആരൊക്കെയാണ് അവിടെ ഇരിക്കുന്നതെന്ന് നമ്മൾ പരിശോധിക്കണം. മഴയത്ത് റെയിൻകോട്ട് ഇട്ട് വരണം എന്ന് ഉപദേശിക്കുന്ന ഒരു MLA ഉള്ള സ്ഥലം, അന്തസ്സുള്ള കൊല്ലത്തിൻ്റെ MLA. ഇക്കാര്യത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണത്തിൽ ഹെവി ലൈസൻസും ബാഡ്ജുമുള്ള മറ്റൊരു മന്ത്രിയായ MLA കൊല്ലത്തു നിന്നുണ്ട്. തൻ്റെ യുവ സഹപ്രവർത്തകയെ പാർട്ടി ഓഫീസിലേക്ക് സ്വകാര്യമായി ക്ഷണിച്ച വേറൊരു MLA. പിന്നെ ഇക്കാര്യത്തിൽ കുന്നും പള്ളിയും സെൻറ്റും ഒക്കെ കയറിയ വേറെ കുറേ ആൾക്കാർ. അപ്പം സ്പീക്കർ സത്യത്തിൽ ചെയ്യേണ്ടത് ഇവരെ എല്ലാം കൂടെ ഒരു സ്പെഷ്യൽ ബ്ലോക്കായിട്ട് തീരുമാനിച്ച് ഇവരെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ചിരുത്തിയാണ് സ്പീക്കർ ചെയ്യേണ്ടത്. അവരവിടെ നിന്ന് ചർച്ച ചെയ്യട്ടെ, തങ്ങളുടെ കർമ്മമണ്ഡലത്തിലെ തങ്ങളുടെ വൈഭവങ്ങളെ കുറിച്ചിട്ട് അവരവിടെ നിന്ന് ചർച്ച ചെയ്യട്ടെ. എന്ത് ധാർമ്മികതയാണ് രാഹുലിനുള്ളത് പാലക്കാടിൻ്റെ MLA ആയിട്ട് ഈ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ? നോക്കൂ, കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ പോലും ഇരിക്കാൻ യോഗ്യനല്ല എന്ന് പാർട്ടി തീരുമാനിച്ച ഒരു വ്യക്തിയെ പാലക്കാട് ജനങ്ങൾ സഹിക്കണമെന്നാണോ കോൺഗ്രസ് പാർട്ടി പറഞ്ഞു വെക്കുന്നത്? എന്തേ നിലപാടിന് ശക്തിയില്ലാതെ പോകുന്നത്? നോക്കൂ, ഇന്ന് സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് പറഞ്ഞത് രാഹുൽ തീരുമാനിക്കട്ടെ എന്നാണ്. ഒരു തീരുമാനം പറയാൻ പോലും ഉള്ള ശക്തി സണ്ണി ജോസഫിനില്ല. ആരും എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ രാഹുലിനെതിരെയോ ഷാഫിക്കെതിരെയോ സംസാരിക്കാൻ തയ്യാറാകുന്ന കോൺഗ്രസിന്റെ എത്ര വലിയ ഉന്നത നേതാക്കളായാലും അവർ വലിയ സൈബർ വേട്ടയ്ക്കെതിരാവും. അവർ വലിയ സൈബർ വെട്ടുകിളിക്കൂട്ടം അവരെ വെറുതെ വിടില്ല. ഉമാ തോമസിനും ബിന്ദു കൃഷ്ണയ്ക്കും ഒന്നും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാൻ പറ്റില്ല. അതിന്റെ താഴെ വന്ന് വീഴുന്ന കമന്റുകൾ നമ്മൾ വായിക്കണം. ഇത് കുറച്ച് 4 മണിക്കൂർ മുമ്പ് ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ട സമയത്ത് അതിന് താഴെ വരുന്ന യൂട്യൂബിൽ നിങ്ങളുടെ തന്നെ വാർത്തയുടെ താഴെയുള്ള കമന്റുകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിശയം തോന്നി, ഇത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണെന്ന്. അങ്ങനെ എന്തും പറയാൻ ലൈസൻസ് ഉള്ള അല്ലെങ്കിൽ ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു സംവിധാനം കോൺഗ്രസ് പാർട്ടിയിൽ രൂപപ്പെട്ടിരിക്കുന്നു. ഇവരെ നിലയ്ക്ക് നിർത്താൻ അവർക്ക് സാധിക്കില്ല. അതുമാത്രമാണോ, രാഹുലിനെതിരെ എടുത്ത നടപടി ശ്രീ VD സതീശനും KPCC പ്രസിഡന്റിനും എന്തേ UDFന്റെ ചെയർമാനെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല? അടൂർ പ്രകാശിന് ഇക്കാര്യത്തിലുള്ള നിലപാടെന്താണ്? ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന ലോക്സഭാ സാമാജികൻ എന്ന് കോൺഗ്രസ് അഭിമാനത്തോടെ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷിന് ഇക്കാര്യത്തിലുള്ള നിലപാടെന്താണ്? നോക്കൂ, ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തക ഈ കാര്യത്തിൽ രാഹുലിനെ കൊടുക്കാൻ ശ്രമിക്കുന്നത് ചെന്നിത്തലയും അതേപോലെ ശ്രീ VD സതീശനും രമേശ് ചെന്നിത്തലയും VD സതീശനുമാണെന്ന് പരാതി ക്രൈംബ്രാഞ്ചിന് കൊടുക്കുന്ന സാഹചര്യം. അപ്പോൾ സ്ഥിരീകരിക്കാറായിട്ടില്ല. യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഫോറത്തിലും ഔദ്യോഗിക അംഗമല്ല കേട്ടോ ആ ജിനി എന്ന് പറയുന്ന സ്ത്രീ. അല്ല, അതാണല്ലോ അവർ അവകാശപ്പെടുന്നത്. ജിനി എന്ന് പറയുന്ന സ്ത്രീ അവകാശപ്പെടുന്നത് അതാണല്ലോ. അപ്പൊ നമുക്കറിയില്ലല്ലോ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ആരൊക്കെയാണ്, കോൺഗ്രസിന്റെ പ്രവർത്തകർ ആരൊക്കെയാണെന്ന് നമുക്കറിയാൻ സാധിക്കില്ല.
അവർ അവകാശപ്പെട്ടുകൊണ്ടാണല്ലോ പരാതി കൊടുത്തത്. നമുക്കപ്പോൾ അതിൽ വിശ്വസിക്കാനല്ല നിലവിലെ സാഹചര്യത്തിൽ തരമുള്ളൂ. അല്ലെങ്കിൽ ആരാണെന്നുള്ളത് ജിനി എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ കേരള പോലീസ് പുറത്തു പറയണം, അല്ലെങ്കിൽ അത് എന്തായാലും സാധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാം. പരാതി കൊടുക്കാൻ നിയമപരമായി ആൾക്കാർ തയ്യാറാകുന്നില്ല. ഇത് തന്നെയാണ് പ്രശ്നം ഡോക്ടർ അരുൺ. ഇവർക്കെതിരെ പരാതി പറയാൻ, ഈ പറഞ്ഞതുപോലെ രാഹുലിനെതിരെ പരാതി പറയാൻ തയ്യാറാവുന്നില്ല. കാരണം അവർ കണ്ടുകൊണ്ടിരിക്കില്ലേ, ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടികൾ കാണുകയല്ലേ, അവർക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ രാഹുലിന്റെ പേര് പറയാതെ പോലും സംസാരിക്കാൻ തയ്യാറായ കോൺഗ്രസിലെ വനിതാ MLA-മാരുടെയും കോൺഗ്രസിലെ വനിതാ നേതാക്കന്മാരുടെ അവസ്ഥ അവർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ എങ്ങനെയാണ്, എന്ത് ധൈര്യത്തിലാണ് അവർക്ക് പരാതി പറയാൻ പറ്റുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി, ക്ഷമിക്കണം, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി സംരക്ഷണം കൊടുക്കുമെന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ആ വിശ്വാസം, ആ സംരക്ഷണം എങ്ങനെ ഉറപ്പുവരുത്താൻ പറ്റും? കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ, അവിടെ തൃശ്ശൂര് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മൃഗീയമായി ആക്രമിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ എവിടേക്കാണ് പോയത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കൊപ്പം പിന്നെ ശർക്കര വരട്ടി പായസം കുടിക്കാനല്ലേ പോയത്? കഴിഞ്ഞ ദിവസം കൊല്ലത്ത് കോൺഗ്രസിന്റെ ഒരു സമ്മേളനം, അല്ലെങ്കിൽ CV പത്മരാജ ഫൗണ്ടേഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത DCC പ്രസിഡന്റ്, പ്രധാന ചെയർമാനായിട്ടുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്ത വന്നവരാണ് ശ്രീ പിണറായി വിജയനാണ്. അപ്പൊ ഇവർക്ക് തമ്മിലുള്ള അന്തർധാരയൊക്കെ സജീവമാണ്. ഇവർക്ക് തമ്മിൽ എന്തുമാകാം. അപ്പൊ ഈ രണ്ട് കൂട്ടരും കൂടി ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളോ ജനങ്ങളുടെ പ്രശ്നങ്ങളോ അല്ല ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നത്. ഇവർ ഇങ്ങനെ അഴിമതിയും ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലൈംഗിക അതിക്രമങ്ങളും ആരോപണങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങളിലോ ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഇവർക്ക് ഒരു ചർച്ച ചെയ്യാനും ഉണ്ടാകില്ല. കാരണം രാഹുൽ വന്നു കഴിഞ്ഞാൽ പാലക്കാടിനെ പ്രതിനിധീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിയമസഭയിൽ എത്തുകയാണെങ്കിൽ അത് BJP ശക്തമായി പ്രതിഷേധിക്കും ആ വിഷയത്തിൽ എന്നാണ്. BJP ശക്തമായി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന ഇമ്മ്യൂണിറ്റിയിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പൊതുപരിപാടികൾ പങ്കെടുത്തു കഴിഞ്ഞാൽ BJP ശക്തമായി പ്രതിഷേധിക്കും. ഞങ്ങൾക്ക് നിയമസഭയിൽ പ്രതിഷേധിക്കാൻ സാധിക്കില്ലല്ലോ ഡോക്ടർ അരുൺ. നിയമസഭയിൽ പ്രതിഷേധിക്കാൻ സാധിക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് ന്യായീകരണമില്ല, ധാർമ്മിക ന്യായീകരണമില്ല എന്നാണ് BJP പറയുന്നത്. CPM ഈ കാര്യത്തിൽ പറയുന്നത് പാലക്കാട് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വരണമെന്നാണ് CPM-ന്റെ രാഷ്ട്രീയ കൗശലം. അത് രാഷ്ട്രീയ കൗശലമൊന്നും അല്ലരുണ്ട്. അങ്ങനെ അങ്ങ് അതിനെ കണക്കാക്കരുത്. ഇതൊക്കെ ഇവർ തമ്മിലുള്ള ഒത്തുതീർപ്പാണെന്നേ. നോക്കൂ, ഇവിടെ തന്നെ ശ്രീകുമാർ സാറ് വലിയ ഇതോടെ ചോദിക്കുന്നുണ്ടായിരുന്നില്ലേ, എന്തേ രാഹുലിനെതിരെയുള്ള മറ്റേ വ്യാജ ID കാർഡ് വിവാദം ഇത്ര കാലം അന്വേഷിക്കാൻ സാധിച്ചില്ല? ഇപ്പോഴല്ലേ അത് പൊക്കിയെടുത്തോണ്ട് പോലീസ് ഇറങ്ങിയിരിക്കുന്നത്? എത്ര കാലമായി? എന്നുണ്ടായ പരാതിയാണ്. എന്തേ ഇത്രയും കാലം പോലീസ് മൗനം പാലിച്ചത്? ഇപ്പോഴല്ലേ ഇങ്ങനെ ഒരു ആരോപണം, ഈ തരത്തിലുള്ള ലൈംഗിക കുറ്റകൃത്യ ആരോപണം പുറത്തു വന്നതിന് ശേഷമല്ലേ ഇപ്പോ കൂട്ടുകാരുടെ മൊബൈൽ പരിശോധിക്കുന്നു, മൊബൈലിന്റെ ലോക്ക് അഴിക്കാൻ നോക്കുന്നു, കൂടെയുള്ള അവരുടെ സഹപ്രവർത്തകരെ പ്രതികളാക്കുന്നു? ഇപ്പോഴല്ലേ ഇതൊക്കെ നടക്കുന്നത്? അപ്പൊ ഇവരൊക്കെ തമ്മിൽ ഇതിനകത്തൊക്കെ ചില ഒത്തീർപ്പുകൾ ഉണ്ടെന്നേ. ഓരോരുത്തർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഓരോ ദിവസം പുറത്തു വരുമല്ലേ? CPM-മാർക്ക് പറയാൻ സാധിക്കുമോ? ഇപ്പൊ കണ്ടില്ലേ യൂത്ത് കോൺഗ്രസ് DYFI-യുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുടെ ഓഡിയോ സന്ദേശം കേൾക്കും, നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. ഇതൊക്കെ നേരത്തെ മുതലേ BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കരിമല്ലൂരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഈ രണ്ടു കൂട്ടർ ഒരുമിച്ച് CPM-ന്റെ രാഷ്ട്രീയ കൗശലം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അവിടെ എത്തുക, അങ്ങനെ എത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വിഷയത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രതിപക്ഷത്തിന്റെ ആക്രമണത്തിന്റെ മൂർച്ച കുറയ്ക്കുക എന്നതാണ്. നമുക്കൊരു ഇടവേള വേണം. നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചൊല്ലി കോൺഗ്രസിൽ അംഗം വിട്ടു എന്നാണ് ചോദ്യം. N. ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ, അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM പ്രതിനിധി, VS ജിതിൻ ദേവ് BJP പ്രതിനിധി എന്നിവരാണ് നമ്മുടെ ചർച്ചയിൽ. KS അരുൺകുമാർ, ഒട്ടേറെ വിഷയങ്ങളിൽ പാർട്ടിയും സർക്കാരും പ്രതിരോധത്തിൽ നിൽക്കുമ്പോഴാണ് ഈ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത്. അവിടെയാണ് ശ്രീകുമാർ പറയുന്നത്, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്ന് വന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ആക്രമണം അഴിച്ചുവിട്ട് പ്രതിപക്ഷത്തിൻ്റെ ആക്രമണത്തിൻ്റെ മൂർച്ച കുറയ്ക്കാനുള്ള രാഷ്ട്രീയ കൗശലമല്ലേ CPM-ന്റെ മനസ്സിലിരിപ്പ്? ഇന്നിപ്പോൾ ശരത്ചന്ദ്രൻ്റെ ഭാഗമായിട്ട് ശരത് പ്രസാദിൻ്റെതായി വന്നിരിക്കുന്ന ശബ്ദരേഖ 5 വർഷം മുമ്പുള്ള ശബ്ദരേഖയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഗുരുതരമായ ആരോപണങ്ങൾ. ഏരിയ കമ്മിറ്റിക്ക് പിരിവെടുത്ത് 25,000 രൂപ വരെ മാസം കിട്ടും. ജില്ലാ കമ്മിറ്റിയിലെ ഭാരവാഹിയാണെങ്കിൽ 25,000-ന് മുകളിൽ വരെ കിട്ടും. 50,000 മുതൽ 75,000-ഉം 1,00,000-ഉം വരെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലെത്തിയാൽ പിരിവെടുത്ത് ജീവിക്കാൻ പറ്റുമെന്ന് പറയുന്നത് DYFI-യുടെ മുൻ ഭാരവാഹിയാണ്. പുറത്താക്കിയ ഒരു നേതാവ് കൂടിയാണ് സംസാരിക്കുന്നത്. ആ ശബ്ദരേഖ നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ തന്നെ പുറത്തുവിട്ട ശബ്ദരേഖയാണ്. ഇതടക്കമുള്ള വിഷയങ്ങൾ നിയമസഭയിൽ കത്താനിരിക്കുന്നു. കസ്റ്റഡി മർദ്ദനത്തിൻ്റെ വാർത്തകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. DYFI നേതാക്കൾക്കടക്കം മർദ്ദനമേറ്റതിൻ്റെ തെളിവുകൾ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ സർക്കാരിനെ പ്രതിരോധത്തിൽ നിർത്താനുള്ള പ്രതിപക്ഷത്തിൻ്റെ ആക്രമണത്തിൻ്റെ മൂർച്ച കുറയ്ക്കാൻ നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിയമസഭയിൽ വേണം. അതല്ലേ നിങ്ങളുടെ രാഷ്ട്രീയ കൗശലമെന്നാണ് ശ്രീകുമാർ ചോദിക്കുന്നത്. ഡോക്ടർ അരുൺ, ശ്രീകുമാർ അതും പറയും, അതിൻ്റെ അപ്പുറത്തും പറയും.
ഈ രാഹുൽ മാങ്കൂട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരത്തിൽ വന്നിരിക്കുന്ന സാഹചര്യം ഏതെങ്കിലും ഒരു സ്ഥലത്ത് CPM ഉണ്ടോ? ഞങ്ങൾ കൊണ്ടുവന്ന പരാതിയല്ലല്ലോ. ഏതെങ്കിലും ഈ പരാതികൾ ഉന്നയിച്ചവരോ തെളിവ് പുറത്തു കൊണ്ടുവന്നവരോ വോയിസ് മെസ്സേജ് പുറത്തു വന്നപ്പോഴും അതിനെ CPM-ഉമായിട്ട് കണക്ട് ചെയ്യാനും CPM-ന്റെ ഗൂഢാലോചനയാണെന്ന് പറയാനും 1% പോയിന്റ് ഒരു തെളിവ് പോലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നോ ഇല്ല. ഈ ചിത്രത്തിൽ ഒന്നും ഞങ്ങളില്ല. ഒരു 2-2.5 കൊല്ലം മുമ്പ് കോൺഗ്രസിന്റെ തന്നെ സഹയാത്രികയായ ജോഡോ യാത്രയിലധികം പങ്കെടുത്ത ശ്രീ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു യുവ നടി കൊടുത്ത അല്ലെ പൊതുസമൂഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിൽ അടക്കം വന്നിരുന്നു പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ ഈ പരാതി പ്രവാഹത്തിന്റെ തുടക്കം, ആ പരമ്പരയുടെ തുടക്കം അതല്ലേ? അവർ അടക്കം ഇപ്പൊ മൊഴിയും കൊടുത്തിട്ടുണ്ട് ക്രൈംബ്രാഞ്ചിന് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എത്രയോ പരാതികളും തെളിവുകളും പുറത്തു വരുമ്പോൾ ഒരു ഘട്ടത്തിലും CPM-നെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളില്ല. പിന്നെ ഈ സഹയാത്രികരും കോൺഗ്രസ് പ്രതിനിധികളൊക്കെ വന്ന് CPM-നെ ആക്രമിക്കാനുള്ള ഓരോ കാര്യം നോക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമസഭാ സമ്മേളനവും ഇനി വരാൻ പോകുന്ന ഒരു 7 മാസത്തെ പ്രവർത്തനത്തിനും കൃത്യമായ ലക്ഷ്യബോധമുണ്ട്. ശ്രീ N. ശ്രീകുമാർ മനസ്സിലാക്കണം, നമ്മൾ അമേരിക്കയെ പിന്നിലാക്കി. താങ്കൾ അറിഞ്ഞോ? ഏതാ ശിശുമരണ നിരക്കിൽ അമേരിക്കയെ പിന്നിലാക്കി കേരളം മുന്നേറി. താങ്കളൊന്നും അത് മനസ്സിലാക്കില്ല. കാരണം 100 കണക്കിന് കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റിന് അവാർഡ് കൊടുക്കുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട്. പ്രകടന പത്രികയിൽ 900 കാര്യങ്ങളാ 2021 ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചത്. ആ പ്രകടന പത്രികയിൽ 2ാം പിണറായി സർക്കാർ 4ാം പ്രോഗ്രസ് റിപ്പോർട്ട് കഴിഞ്ഞ മെയ് മാസം 23-ന് പുറത്തിറക്കിയപ്പോ അതിൽ 729 കാര്യങ്ങൾ പൂർത്തീകരിച്ചു. ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 131 കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിച്ചാൽ 900 കാര്യങ്ങൾ പറഞ്ഞ പ്രകടന പത്രിക പൂർണ്ണമായി പൂർത്തീകരിക്കും. ഞങ്ങൾ വെറുതെ പറയുന്നതല്ല, പ്രോഗ്രസ് റിപ്പോർട്ടിൽ ജനങ്ങൾക്ക് അച്ചടിച്ചു കൊടുത്തു. ഞങ്ങൾ പറഞ്ഞത് ഇന്നത്, ചെയ്തത് ഇന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്, ഇനി 5-8 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ളത്. ഇന്നലെ മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു, താങ്കൾ അറിഞ്ഞോ? അത് ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർത്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേഗത കുറഞ്ഞ സ്ട്രക്ചറുകൾ ഏതൊക്കെ അടിയന്തരമായി മാർച്ചിന് മുമ്പ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാ. ഇത്ര ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിമാരെയും താങ്കൾക്ക് വേറെ എവിടെ കാണാൻ കഴിയും? നിങ്ങൾ കുറച്ച് വാർത്തയൊക്കെ ഉണ്ടാക്കി വെച്ചില്ലേ കോൺഗ്രസ്, ചില മാധ്യമങ്ങളടക്കം? ഏത് ട്രഷറി പൂട്ടുന്നു, ഇവിടുത്തെ സപ്ലൈകോ വലിയ പ്രതിസന്ധി, ദേ അടഞ്ഞുകിടക്കുന്ന അലമാര, പട്ടിക മറ്റേ സാധന സാമഗ്രികളുടെ അലമാര. എന്തു പറ്റി ഈ ഓണത്തിന്? ഒരു നെഗറ്റീവ് വാർത്ത ഈ കേരളത്തെ കുറിച്ച് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? 20,000 കോടി രൂപയുടേതാ പണം വിതരണം ചെയ്ത് എല്ലാവരെയും സംതൃപ്തരാക്കി. പെൻഷൻ കുടിശ്ശികയൊക്കെ നിങ്ങൾ എടുത്ത് പറയാറുണ്ടല്ലോ, ഇപ്പൊ എവിടെയാ കുടിശ്ശിക? എല്ലാ വിഭാഗം ആളുകൾ സംതൃപ്തിയോടെ ഓണം ആഘോഷിച്ച് മാവേലിക്ക് സ്വീകരണവും വരവേൽപ്പും അതിനുശേഷം ഇവിടെ കൃത്യമായി പുലികളിയോടെ യാത്രയപ്പും കൊടുത്ത ഈ ഓണം, ഇതുപോലൊരു ഓണം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾക്കൊരു ആരോപണം ഉന്നയിക്കാൻ കഴിയുക? വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും തദ്ദേശ സ്വയംഭരണവും മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഏറ്റവും മഹത്തായ മാതൃക നമ്മൾ സൃഷ്ടിച്ചില്ലേ? ഇന്ന് എന്താ കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോൺക്ലേവ് നിങ്ങൾക്കറിയോ? അർബൻ കോൺക്ലേവ്. ഇപ്പൊ നിങ്ങൾ പറയുകയാണ് ശബരിമല സംഗമം, ന്യൂനപക്ഷ സംഗമം, ഇതൊക്കെ നടത്തും, എല്ലാ വിഭാഗം ആളുകളെയും അഡ്രസ് ചെയ്യും. അങ്ങനെ പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിന് വേണ്ടി ചർച്ച ചെയ്ത് സമയം കളയാൻ ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾ ഒരു ഘട്ടത്തിൽ അത് ഭാഗവാക്കായിട്ടില്ല. ആരോപണം വന്നു, നിങ്ങൾ പറയുന്നുണ്ടല്ലോ VD സതീശൻ ഇതിലും മെച്ചപ്പെട്ട പരാതി എന്റെ കയ്യിലുണ്ട്, മികച്ച പരാതിയുണ്ട്. പറഞ്ഞ ബോംബ് എവിടെ? അതുപോലെ AI ജനറേറ്റർ ആണെന്ന് പറഞ്ഞല്ലോ, ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ UDF കൺവീനർ. അങ്ങനെയാണെങ്കിൽ എന്തിയാ ഒരു അന്വേഷണം ആവശ്യപ്പെടാത്തത്? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വോയിസ് മെസ്സേജ്, ഒരു കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ടോ? അമ്മയുടെ ഗർഭപാത്രത്തിൽ വളർന്ന കുട്ടിയെ നിർബന്ധ അബോർഷൻ നടത്തിയോ? ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അത് അറിയാനുള്ള ആഗ്രഹമുണ്ട്, അവകാശമുണ്ട്. നിന്നെ തീർക്കാൻ 1 മിനിറ്റ് മതി, എനിക്കൊരു സെക്കൻഡ് മതി എന്ന് പറഞ്ഞ വോയിസ് മെസ്സേജ് ഉണ്ട്. അത് തന്റേതല്ലെങ്കിൽ ആരാണ് പരിശോധനയ്ക്ക് അയക്കേണ്ടത്? ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ല, ഒരു രാഷ്ട്രീയത്തിന്റെ പൊതുപ്രവർത്തകനാണ്. നിങ്ങൾ പറഞ്ഞല്ലോ വിദേശത്ത് പാർട്ട് ടൈം ജോലി ചെയ്ത ലക്ഷക്കണക്കിന് രൂപ വരുമാനം കിട്ടുന്ന നിങ്ങളുടെ ഘടകകക്ഷികളുടെ നേതാക്കന്മാരുടെ ചരിത്രം പുറത്തു വന്നില്ലേ? ഇത്ര അസാധാരണമായ രീതിയിൽ വിദേശത്തുനിന്ന് ലക്ഷക്കണക്കിന് രൂപ വരുമാനം കിട്ടി കേരളത്തിൽ പൊതുപ്രവർത്തനം നടത്താൻ കഴിയുന്ന ആ സാങ്കേതിക വിദ്യ പാവപ്പെട്ട കോൺഗ്രസ്സുകാരെ ഒന്ന് പഠിപ്പിക്ക്, യൂത്ത് കോൺഗ്രസ്സുകാരെ ഒന്ന് പഠിപ്പിക്ക്, ലീഗുകാരെ ഒന്ന് പഠിപ്പിക്ക്. ഇത് എന്താ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ തന്നെ സോഷ്യൽ മീഡിയ കൺവീനർ രാജിവെച്ച് പോകേണ്ടി വന്നില്ലേ? പുറത്താക്കിയെന്ന ഒരു വിഭാഗം, പുറത്താക്കിയിട്ടില്ല ഒഴിഞ്ഞു പോയതാണ് ഒരു വിഭാഗം. നിങ്ങൾ റോൾ മോഡലായി, റീൽസായി, വീഡിയോയായി, മാതൃകയായി ചിത്രീകരിച്ച നേതാക്കന്മാർ ആരാ ഇപ്പൊ മുഖ്യധാരയിലുള്ളത്? ഈ പ്രതിസന്ധിക്ക് കാരണം ഞങ്ങളാണോ? ഞങ്ങളല്ലല്ലോ. ഒരു ഘട്ടത്തിൽ പോലും ഒരു ആരോപണം ഞങ്ങൾ ഉന്നയിച്ചതിന്റെ ഭാഗമായിട്ടല്ലല്ലോ. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒറ്റ കാര്യം, ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ അനാശാസ്യത്തിന്റെ പേരിൽ ഞങ്ങൾ കൊടുക്കുന്ന പൊതിച്ചോറിനെ കുറ്റം പറഞ്ഞു, അതിന്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞ് വ്യാജ ആരോപണം ഉന്നയിച്ചു.
നിങ്ങളുടെ നേതാവിനെ, ആ ആരോപണം ഉന്നയിച്ച നേതാവിനെ അനാശാസ്യത്തിന്റെ പേരിൽ പുറത്താക്കിയ പത്രവാർത്തയുടെ താളുകൾ ഉപയോഗിച്ചുകൊണ്ട് പൊതിച്ചോർ പൊതിഞ്ഞ് ഞങ്ങൾ ഈ സാധാരണക്കാരായ ക്യാൻസർ രോഗികൾക്കും കിടപ്പ് രോഗികൾക്കും കൊടുത്തു. നിങ്ങൾ ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയെ OLX-ൽ അന്വേഷിച്ചു നടന്നു. ഇപ്പോൾ അത് പറഞ്ഞ നിങ്ങളുടെ നേതാവിനെ നിങ്ങൾ തന്നെ OLX-ൽ അന്വേഷിച്ചു നടക്കേണ്ടി വന്ന സാഹചര്യം കേരളം കാണുകയാണ്. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നിങ്ങൾ പറയേണ്ട നമ്മൾ കാണുകയാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി മറുപടി പറയേണ്ട വിഷയങ്ങളുണ്ടെന്നേ, അതിലല്ലേ ശുചിത്തിന്റെ വിഷയമുള്ളത്, ഇപ്പോഴും സർവീസിൽ തുടരുന്ന 4 നരാധമന്മാരായ പോലീസുകാരുള്ളത്, ഇപ്പോഴും സർവീസിൽ തുടരുന്ന മധു ബാബു എന്ന DYSP ഉള്ളത്, DYFIക്കാരൻ്റെ തന്നെ കരണക്കുറ്റി അടിച്ചു പൊട്ടിച്ചയാൾക്ക് പ്രൊമോഷൻ കൊടുത്തില്ലേ, ജോയൽ എന്ന് പറയുന്ന മറ്റൊരു DYFI നേതാവിൻ്റെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് അച്ഛന്തന ഉയർത്തുന്ന വിഷയങ്ങളുണ്ട്. ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന CCTV ദൃശ്യങ്ങൾ, നിങ്ങൾ എന്തൊക്കെ മേനി പറഞ്ഞാലും അത് ഈ സർക്കാരിൻ്റെ മേന്മ കെടുത്തുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ നേർചിത്രങ്ങളായി നിയമസഭയിൽ വരും. അരുൺ, അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് അവിടെ അതിനെ പ്രതിരോധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ സാന്നിധ്യം വേണം. എന്നിട്ട് പൂവൻകോഴിയെ പോലെ കൂവണം. അതാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പെന്നാണ് ശ്രീകുമാർ പറഞ്ഞത്. അല്ല ഡോക്ടർ അരുൺ, അത് ഞങ്ങളുടെ തലയിൽ വെക്കല്ലേ. ബയോളജിക്കൽ തന്തയാണോ പൊളിറ്റിക്കൽ തന്തയാണോ എന്ന് ചോദിച്ച് കോൺഗ്രസിനെ കേരളത്തിൽ ഉണ്ടാക്കി വളർത്തിയ ഏറ്റവും സമുന്നതനായ നേതാവിന്റെ മകളുടെ പിതൃത്വം ചോദിച്ചതൊക്കെ ഞങ്ങളല്ല, ഇതേ യൂത്ത് കോൺഗ്രസ് നേതാവാണ്. അതുകൊണ്ട് കോഴിയെ പോലെ കൂവുമെന്ന് പറഞ്ഞതൊന്നും ഞങ്ങളല്ല. ഞങ്ങൾ ഒരു വാക്കുപോലും ഞങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പിന്നെ പോലീസ് മർദ്ദനം വരട്ടെ, അടിയന്തര പ്രമേയം വരട്ടെ, ചർച്ച വരട്ടെ, കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാനുള്ള സംവിധാനം ഈ ഗവൺമെന്റിനുണ്ട്. താങ്കൾക്കറിയോ, 2.5 കൊല്ലം മുമ്പ് വന്ന വിഷയം, ഈ വിഷയത്തെയൊന്നും ഞങ്ങൾ ന്യായീകരിച്ചിട്ടില്ല. കൃത്യമായി നടപടി സ്വീകരിച്ച് പോലീസ് മുന്നോട്ട് പോകും. 9 വർഷത്തിനിടയിൽ 114 പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കിയ ഗവൺമെന്റ്. ആരോപണം വന്നപ്പോൾ 739 പോലീസുകാർക്ക് കേസ് രജിസ്റ്റർ ചെയ്ത ഗവൺമെന്റാണ് സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. 350ഓളം പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ഇത്തരത്തിൽ പോലീസ് നയത്തിന് വിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും കൃത്യമായിട്ടുള്ള നടപടിയെടുക്കും. ഇപ്പോൾ സസ്പെൻഷൻ, അണ്ടർ എൻക്വയറി റിപ്പോർട്ട് വന്നാൽ ഡിസ്മിസൽ, ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾക്കില്ല. പക്ഷെ ഒരു കാര്യം താങ്കൾ ഓർക്കണം, തന്റെ മകന്റെ, പ്രിയപ്പെട്ട മകന്റെ ഒരസ്ഥി കഷ്ണമെങ്കിലും ബാഹ്യക്രിയ ചെയ്യാൻ, അവസാന പ്രക്രിയ ചെയ്യാൻ വേണ്ടി എനിക്ക് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് നീതിന്യായ പീഠങ്ങൾ മുഴുവൻ കയറിയിറങ്ങിയ ഒരു അച്ഛനുണ്ട്. ആ അച്ഛന്റെ പേരറിയോ? ഈശ്വരവാര്യർ എന്ന് പറയുന്ന പ്രൊഫസറാണ് അച്ഛൻ. അവസാനം ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ കരുണാകരന്റെ പോലീസുണ്ട്. ഈ രാജ്യത്ത് ആദ്യമായി ഹേബിയസ് കോർപ്പസ് പെറ്റീഷന്റെ ഭാഗമായി ഒരു ഗവൺമെന്റിന് രാജിവെച്ച് പോകേണ്ടി വന്നത് ഈ കേരളത്തിലാണ്. കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആണ്. ആരായിരുന്നു ആഭ്യന്തരമന്ത്രി? നമുക്കറിയാം, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. ആരായിരുന്നു ആഭ്യന്തരമന്ത്രി? ഈ ചരിത്രമൊന്നും ആരും മറന്നുപോയിട്ടില്ല. നമുക്ക് പരിശോധിക്കാം. നിയമസഭയിൽ വരട്ടെ, എണ്ണം വച്ച് കൃത്യമായി മറുപടി പറയാൻ ശേഷിയുള്ള പ്രസ്ഥാനവും ഗവൺമെന്റുമാണ്. നമുക്ക് സംവാദമാകാം, ചർച്ചയാകാം. ശരി, എനിക്കൊരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ നിയമസഭയിൽ എത്തുമോ? രാഹുലിനെ ചൊല്ലി കോൺഗ്രസിൽ അംഗം വിട്ടു എന്നാണ് ചോദ്യം. N. ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ, അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM പ്രതിനിധി, ജിതിൻ ദേവ് BJP പ്രതിനിധി എന്നിവരാണ്. N. ശ്രീകുമാർ, ശരിയാണ്, പാർട്ടി ഒരു മാതൃകാപരമായ തീരുമാനമെടുത്തു. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും ലൈംഗികാരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കി. CLPയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ഈ നിയമസഭാ സമ്മേളനത്തിൽ പാർട്ടിക്ക് അദ്ദേഹവുമായി ഔദ്യോഗിക ബന്ധമൊന്നുമില്ല, ശരിയാണ്, അവിടം വരെയും ശരിയാണ്. എന്നാൽ അതിനുശേഷം UDFന്റെ കൺവീനറായ അടൂർ പ്രകാശ് വന്ന് ആ ശബ്ദമൊക്കെ AI വെച്ചുണ്ടാക്കാൻ പറ്റുന്ന കാലത്താണ് എന്ന തരത്തിലുള്ളൊരു ആനുകൂല്യം കൊടുക്കുന്നത് എന്തിനാണ്? ഈ നിമിഷം വരെ റിപ്പോർട്ടർ ചാനൽ അടക്കം പുറത്തുവിട്ട ആ ശബ്ദരേഖയെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരഭിപ്രായമില്ലല്ലോ, പാർട്ടിക്കെതിരെ അഭിപ്രായമില്ലല്ലോ, ഈ പറയുന്ന അടൂർ പ്രകാശിനെ ഒഴിച്ചു നിർത്തിയാൽ. എന്നിട്ടും ശക്തമായ തീരുമാനമെടുത്ത പ്രതിപക്ഷ നേതാവ് ഈ VD സതീശനെ 25ഓളം പെയ്ഡ് ഫേക്കായിരിക്കുന്ന ഐഡികളിൽ നിന്ന് തെറി പറഞ്ഞുകൊണ്ട് അതിക്രൂരമാം വിധം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല യൂട്യൂബ് ചാനലുകളും അയാൾക്ക് ഇരട്ടപ്പേര് കൊടുത്തുകൊണ്ട്, പ്രതിപക്ഷ നേതാവിന് ഇരട്ടപ്പേര് കൊടുത്തുകൊണ്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നു. അതിനൊക്കെ പിന്നിൽ കോൺഗ്രസിൻ്റെ നേതാക്കളുണ്ട് എന്നുള്ളതാണ് അണിയറ സംസാരം. അതിൽ പല നേതാക്കളും യുവ നേതാക്കളുടെ അടക്കം സ്വാധീനമുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ വലിയ അമർഷവും വിമർശനവും ഒക്കെ പ്രതിപക്ഷ നേതാവിനുണ്ട്. പ്രതിപക്ഷ നേതാവ് തന്നെ ഇന്നത് പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യത്തിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല, പക്ഷേ ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ 2 തട്ടായി നിൽക്കുകയാണെന്നൊരു പ്രതീതി ജനിപ്പിക്കുന്നുണ്ടോ? ഇവിടെ എന്തുകൊണ്ടാണ് ആർജവത്തോടുകൂടി പറയാൻ പറ്റുന്നത്? അടഞ്ഞ അധ്യായമാണ് ഇത്, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. പക്ഷേ ആ ഉറപ്പൊന്നും KPCC അധ്യക്ഷനോ അടൂർ പ്രകാശിനോ കാണുന്നില്ല. അതാണ് സംശയം.
നോക്കൂ ഡോക്ടർ അരുൺകുമാർ, നിങ്ങളുടെ ഈ വീക്ഷണം തികച്ചും തെറ്റാണ്. കാരണം KPCC പ്രസിഡന്റ് ഇന്ന് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഞാനത് ആവർത്തിക്കുന്നില്ല. അടൂർ പ്രകാശ് അല്ല ഏത് കോൺഗ്രസ് നേതാവാണെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും പാർലമെൻ്ററി പാർട്ടി ലീഡറും KPCC പ്രസിഡന്റും ഒരു തീരുമാനമെടുത്താൽ അതാണ് നടപ്പാവുക. അത് നടപ്പാവുക എന്നുള്ളത് നമ്മൾ എന്തായാലും ഒരാഴ്ചയിൽ 3-4 ദിവസമല്ലോ നമുക്ക് കാത്തിരിക്കാം. പിന്നെ സൈബർ ഇടങ്ങളിലെ സോഷ്യൽ മീഡിയ കാലത്ത് ഇതൊക്കെ സംഭവിക്കുക, അതൊക്കെ അങ്ങനെ തള്ളിക്കളയാനേ നിവൃത്തിയുള്ളൂ. അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ് അരുൺകുമാർ ഇവിടെ ഒരു നല്ലൊരു പ്രസംഗം നടത്തി. എനിക്ക് തോന്നുന്നു ഈ ബ്രാഞ്ച് യോഗങ്ങളിൽ ഇപ്പോൾ ഇങ്ങനത്തെ പ്രസംഗം കേൾക്കാൻ ആൾക്ക് താല്പര്യമില്ല. മുഖ്യമന്ത്രി പാലക്കാട് നടത്തിയ കോൺക്ലേവിൽ ആളില്ലാത്തത് മുഖ്യമന്ത്രി തന്നെ പരിഭവിച്ചു. അപ്പോൾ ഇതൊക്കെ ഈ ചാനൽ ചർച്ച വന്നെങ്കിലും പറഞ്ഞ് ആ ബ്രാഞ്ചിലുള്ളവർ കേൾക്കട്ടെ എന്ന് ധരിച്ചായിരിക്കാം അദ്ദേഹം ഈ പഴയ കഥകളൊക്കെ പറഞ്ഞത്. കെ കരുണാകരനെ കുറിച്ചൊക്കെ ഒരാൾ പറഞ്ഞതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുമ്പോൾ പിരിപ്പൻകോട് മുരളി എഴുതിയ പുസ്തകം നമ്മുടെ മുമ്പിലുണ്ട്. VS അച്യുതാനന്ദൻ അദ്ദേഹം മരിച്ചുപോയി. ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് യുവ നേതാവ് പറഞ്ഞത്. അതൊന്നും നമ്മളിപ്പോൾ ചർച്ചയാക്കുന്നില്ല, നമ്മളത് ചർച്ചയാക്കുന്നില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒന്ന് പ്ലീസ്. നിങ്ങളുടെ അഭിഭാഷകനല്ലേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ, എന്നിട്ട് നിങ്ങൾ തർക്കിച്ചോളൂ. ഇടപെടല്ലേ, പൊള്ളുമ്പോൾ ഇടപെടുന്നറിയാം, പൊള്ളല്ലേ അങ്ങോട്ട് തൂയിക്കുകയാണ്. അപ്പോൾ അത് പിന്നെ ഇവരെന്താ ആദ്യം പറഞ്ഞത്? ഡോക്ടർ അരുൺകുമാർ ആദ്യം എന്താ പറഞ്ഞത്? രാജിവെക്കണം എന്നല്ലേ പറഞ്ഞത്? MLA സ്ഥാനം രാജിവെക്കണം എന്നല്ലേ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ? അപ്പോൾ രാജിവെക്കണം എന്ന് പറഞ്ഞവർ ഇപ്പം എന്താ പറയുന്നത്? യോഗ്യതയുണ്ട്, വേണമെങ്കിൽ സഭയിൽ വന്നോളാൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ആദ്യം പറഞ്ഞ് രാജിവെക്കണമെന്ന്, ഇപ്പം രാജി പറയുന്നില്ല, അദ്ദേഹത്തിന് വരാനുള്ള യോഗ്യതയുണ്ടെന്ന്. എന്ത് പാർട്ടിയാണ് അത്? എന്ത് നയമാണ് അത്? അതൊന്നാമത് കാര്യം. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ ഈ പോലീസിൻ്റെ DYFIക്കാരൻ്റെ കരണക്കുറ്റിക്ക് അടിച്ചതും CPM നേതാവിനെ മർദ്ദിച്ചതൊക്കെ അവർക്ക് പ്രശ്നമാവില്ല. ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്നുള്ള പഴയ മുദ്രാവാക്യം ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന് ഇപ്പോൾ വ്യക്തമായി, നമുക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ വീട്ടുകാർക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. DYFI പ്രവർത്തകൻ്റെ വീട്ടുകാരുടെ നൊമ്പരം നമ്മൾ മനസ്സിലാക്കണം. കോൺഗ്രസ് അതാ നോക്കുന്നത്. ഞങ്ങളുടെ പോലീസെന്ന് കോൺഗ്രസ് ഒരിക്കലും പറയാറില്ല. പോലീസിനെ പോലീസായിട്ട് വളർത്തണം. 108 പേരെ പിരിച്ചുവിട്ടതിലല്ല കാര്യം, അവരെ നിലയ്ക്ക് നിർത്തണം. പിരിച്ചുവിട്ട് കൈയിഴലല്ല, അവരെ നിലയ്ക്ക് നിർത്താൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? ആഭ്യന്തരമന്ത്രി കരുത്തനാവണം. കരുത്തില്ലാത്ത ആഭ്യന്തരമന്ത്രിയാകുമ്പോൾ ആളെ പറഞ്ഞു വിട്ടിട്ട് തടി രക്ഷപ്പെടുത്തും. അപ്പോൾ അതാണ് അവിടുത്തെ കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അയ്യപ്പ സംഗമോ ന്യൂനപക്ഷ സംഗമമൊക്കെ നടത്തുന്നതാണ് പറയുന്നത്. നടത്തണം. കാരണം കോൺക്ലേവിൽ ആളില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് അയ്യപ്പ സംഗമത്തിനെങ്കിലും ആളെ എത്തിക്കാൻ പറ്റുമല്ലോ. വിശ്വാസികളുടെ സംഗമമാണല്ലോ, നടത്തട്ടെ. ഈ സംഗമം നടത്തുന്നത് തന്നെയാണ് നടക്കുകയോ നടക്കാതിരിക്കുകയോ എന്ത് വേണേ ആയിക്കോട്ടെ എന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. ആരും ഇതിരില്ല. ഇനിയിപ്പോൾ ന്യൂനപക്ഷ സംഗമം വരുന്നു. ഇന്ന് തന്നെ പാമ്പ്ലാനി പിതാവ് പറഞ്ഞിട്ടുണ്ട് അത് തട്ടിപ്പാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ന്യൂനപക്ഷ സംഗമവും നടത്തണം, അയ്യപ്പ സംഗമവും നടത്തണം, വിശ്വാസ സംഗമവും നടത്തണം, തീർത്ഥാടന സംഗമവും നടത്തണം. ഇനിയിപ്പോൾ അടുത്ത വിഷു വരുമ്പോൾ വിഷു സംഗമം എല്ലാം നടത്തണം. തെരഞ്ഞെടുപ്പിന് നമുക്ക് ഒന്നും വിട്ടുകളയരുത്. അതുപോലെ പൂജ ഹോളിഡേയ്സ്, അതും ആയുധ പൂജയും മഹാനവമിയും ഒക്കെ നമുക്ക് ആഘോഷിക്കണം. അതൊക്കെ നല്ല കാര്യം. അങ്ങനെ തിരിച്ചു വാ, അങ്ങനെ ജനങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ചു വാ, നല്ല കാര്യമാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഇവിടുത്തെ വിഷയം തീരുന്നില്ല. ഇവിടുത്തെ വിഷയം എന്താ? ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള പോലീസ് എന്താ ഇന്നടക്കം ഡോക്ടർ അരുൺകുമാർ അറിഞ്ഞു കാണുമല്ലോ, നിങ്ങൾ കാണിച്ചല്ലോ. വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ വിദ്യാർത്ഥി സംഘടനയുമായി ബന്ധപ്പെട്ട മറ്റേ സംഘർഷമോ എന്തോ ഉണ്ടാക്കിയപ്പോൾ അവരെ കറുത്ത മുഖംമൂടി അണിയിച്ച് കൈവേലങ്ങിട്ട് കോടതിയിൽ കൊണ്ടുവന്നു. ആ കോടതിയിലെ ന്യായാധിപൻ ആ ബന്ധപ്പെട്ട CIക്ക് ഷോക്കോസ് നോട്ടീസ് കൊടുത്തു എന്നാണ് വാർത്ത. ഈ CI ആണ് കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിക്കുമ്പോൾ അവിടെ HSO സ്റ്റേഷൻ ഓഫീസറായിരുന്ന ഈ CI ആണെന്ന് കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്. എനിക്കറിയില്ലത്. അപ്പോൾ അത് ഇന്നത്തെ കഥയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇതൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല. വിദ്യാർത്ഥി നേതാക്കളെ എന്തിനാ കറുത്ത മുഖം മൂടി അണിയിക്കുന്നത്? അതാണോ ഈ കറുപ്പെന്നുള്ളത്? എന്തിനാ ഈ ഇപ്പോഴും പോയിട്ടില്ലേ? കറുപ്പ് ഭയപ്പെടുത്തുന്ന തുണിയല്ലേ? ആ ഭയപ്പെടുത്തുന്ന തുണി ഒരു KSUക്കാരൻ്റെ മുഖത്തിട്ട് ആ പോലീസ് ആ ചിത്രം കാണിച്ചാൽ കറുപ്പിനെ ഭയക്കുന്നവർ ആ ചിത്രം കണ്ട് ഭയക്കില്ലേ? അതൊക്കെ എന്താ മനസ്സിലാക്കാത്തത്? ഒരുപാട് വിഷയങ്ങൾ ശുദ്ധ തെമ്മാടിത്തമാണെന്ന് തന്നെ പറയണം. അതും KSU ഭാരവാഹികളായ KSUവിലെ ചെറുപ്പക്കാർ വിദ്യാർത്ഥികളുടെ മുഖത്ത് അവരെ കൈവിലങ്ങണിയിച്ച് ഒരു സംഘർഷത്തിന്റെ ഭാഗമായിട്ട് അവർ തെരുവുഗുണ്ടകളോ കാപ്പ കേസിലെ പ്രതിയോ ഏതെങ്കിലും കൊലപാതക ബലാത്സംഗ കേസിലെ കൊട്ടേഷൻ പ്രതികളോ അല്ല. അവർ KSUവിൻ്റെ ഭാരവാഹികളായ KSUവിൻ്റെ പ്രവർത്തകരെ ഈ തലയിൽ കറുത്ത തുണിയിട്ട് മൂടി കയ്യിൽ കൈവിലങ്ങണിയിച്ച് കൊണ്ടുവന്നിരിക്കുക. ഇവിടെയാണ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ ഈ പോലീസിനോടുള്ള ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാവുന്നത്. ബാക്കി നിങ്ങൾ സിവിൽ സപ്ലൈസിൻ്റെ കാര്യം പറഞ്ഞു, ശരിയാണ്, ഈ ഓണം നന്നായി ആഘോഷിച്ചു. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ താരതമ്യേന മെച്ചപ്പെട്ട ഓണം നമുക്ക് കൊണ്ടുവന്നു. പക്ഷേ ഈ ചിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സുജിത്തിനെ കുനിച്ചു നിർത്തി ഇടിക്കുന്നതും മുഖത്ത് കറുത്ത തുണി വെച്ച് കയ്യിൽ ഈ വിലങ്ങോടുകൂടി KSU പ്രവർത്തകരെ കൊണ്ടുവരുന്നതും എന്ത് പോലീസാണ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ? ഇതാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. പറഞ്ഞുവെന്ന് മാത്രം അരുൺകുമാറിന് പ്രതികരിക്കാൻ ഞാൻ അവസരം തരാം അടുത്ത ഘട്ടത്തിൽ. തുടരാവുന്നതാണ് ശ്രീകുമാർ.
നോക്കൂ ഡോക്ടർ അരുൺകുമാർ, പിന്നെ അദ്ദേഹം പറഞ്ഞത് ഈ പൊതിച്ചോറിനെ കുറിച്ച് രമേശ് ചെന്നിത്തല അടക്കം പ്രശംസിച്ചിട്ടില്ലേ? അതുവരെ രാഷ്ട്രീയ ആയുധമാക്കി കൊണ്ടുവരുന്നില്ലേ? പക്ഷെ ആ പൊതിച്ചോറ് കൊടുത്ത കൈകൾ കൊണ്ട് ആ പൊതിച്ചോറുമായി പോയ കാലുകൾ നടന്നിട്ടാണല്ലോ പൊതിച്ചോറ് കൊണ്ട് കൊടുക്കുക. എവിടെയാ കഞ്ഞിക്കലം തട്ടിയിട്ടത്? എവിടെയാ? കണ്ണൂരൊരു LP സ്കൂളിലെ കുട്ടികളൊക്കെ കഞ്ഞി വെച്ച് തട്ടിക്കളഞ്ഞോ? അന്ന് അവരാരാ തട്ടിക്കളഞ്ഞത്? അപ്പോൾ പൊതിച്ചോറ് കൊടുക്കുന്നവിടെ തന്നെ കഞ്ഞിക്കലം തട്ടിക്കളയുക. ഇതും നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. പിന്നെ ഇവിടെ നമ്മുടെ വിഷയം ഇപ്പോൾ എന്താ? പ്രധാനപ്പെട്ട വിഷയം ഡോക്ടർ അരുൺകുമാർ പറഞ്ഞത് കോൺഗ്രസിൽ അംഗം വെട്ടു എന്നുള്ളതാണ്. ഞാൻ ആദ്യമേ പറയണമെന്ന് വിചാരിച്ചതാ. അംഗം വെട്ടണമെങ്കിൽ എവിടെയെങ്കിലും ഒരു പരസ്യമായ ഭിന്നാഭിപ്രായം വരണം. എവിടെയാണ് ഭിന്നാഭിപ്രായം? സോഷ്യൽ മീഡിയയിലെ ചില ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നൊന്നും കാര്യമാക്കുന്നില്ല. കാരണം ഭൂരിപക്ഷം ജനങ്ങളും കാണുന്നത് പ്രായോഗിക തലത്തിലുള്ള കോൺഗ്രസിൻ്റെ UDFിൻ്റെ നീക്കങ്ങളാണ്. ഇവിടെ UDFിൻ്റെ നേതാക്കളെ, മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ കുറിച്ച് ഒരുപാട് അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞല്ലോ. ഇതൊക്കെ അപ്പുറത്തുള്ളതൊന്നും പറയാൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല. CPI സമ്മേളനം എന്താ പറഞ്ഞത്? ഈ ആഭ്യന്തര വകുപ്പുകാരന് ഇനി തുടർഭരണം കിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? സത്യാവസ്ഥയല്ല അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് പറയാൻ. നമ്മൾ പറയുന്നില്ല. ഇവിടെ നമ്മുടെ ഒറ്റ വിഷയമുള്ളൂ. MLA സ്ഥാനം രാജിവെക്കണം എന്ന് നിരന്തരം ആവശ്യപ്പെട്ടവർ ഇപ്പോൾ പറയാ MLA ആയിട്ട് വരാൻ യോഗ്യതയുണ്ടെന്ന്. അപ്പോൾ അന്ന് ആവശ്യപ്പെട്ടത് എന്തിനാ? അപ്പൊ ഇപ്പോഴും പറയേണ്ടത് രാജിവെക്കണമെന്നല്ലേ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത് CPM. നിങ്ങൾ രാജിവെപ്പിച്ചില്ലല്ലോ കോൺഗ്രസ്. രാജിവെക്കണം എന്ന് CPMന് ആവശ്യപ്പെടാം. അത് രാഷ്ട്രീയമായ ആവശ്യമാണ്. രാജിവെക്കാത്തിടത്തോളം കാലം നിയമസഭയിൽ വരാം. അതല്ലേ സത്യം. അതാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം കോൺഗ്രസിലില്ല, പാർലമെന്ററി പാർട്ടിയോ എന്തുകൊണ്ട് രാജിവെപ്പിച്ചില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നത് കോൺഗ്രസ് ആണ്, CPM അല്ല. CPMന് പറയാനേ പറ്റൂ. CPMന്റെ അംഗമല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. അല്ല ഡോക്ടർ അരുൺകുമാർ ഇപ്പോൾ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ എനിക്ക് ന്യായീകരിച്ചാണ് സംസാരിച്ചത്. പക്ഷേ ഈ വിഷയത്തിൽ അങ്ങ് പറഞ്ഞതിന്റെ ആ വാദത്തിന്റെ ദൗർബല്യം കാണിച്ചതാ. അല്ല, ദൗർബല്യമല്ല. കാരണം എന്താ വെച്ചാൽ ഇനി രാജിവെക്കുകയോ വെക്കാതിരിക്കുകയോ അദ്ദേഹം കോൺഗ്രസിൽ ഇല്ലല്ലോ. ഡോക്ടർ അരുൺകുമാർ കോൺഗ്രസിൽ ഇല്ലാത്ത ഒരാളെ എങ്ങനെയാ കോൺഗ്രസ് രാജിവെപ്പിക്കുക? അദ്ദേഹം കോൺഗ്രസിലില്ല. അദ്ദേഹത്തിന് രാജിവെക്കാം, വെക്കാതിരിക്കാം, സഭയിൽ പോകാം, പോകാതിരിക്കാം. പക്ഷേ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സെപ്റ്റംബർ 25 വർദ്ധിത തിരിച്ചു വരും. ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള നടപടി. നോക്കൂ ഡോക്ടർ അരുൺകുമാർ, അതായത് ഒരാളെ സസ്പെൻഡ് ചെയ്യുന്നതിന് കാലാവധി പറയാത്രത്തോളം കാലം അയാൾ പാർട്ടിയിലില്ലെന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരും കോൺഗ്രസ് അനുഭാവികളും എന്നെ പോലുള്ള സഹയാത്രികളും അത് അംഗീകരിക്കും. ഇപ്പോൾ CPMന്റെ സെക്രട്ടറി ഇങ്ങനത്തെ കാര്യം പറഞ്ഞാൽ CPM ഒരുപക്ഷെ അംഗീകരിച്ചിരിക്കില്ല. കാരണം കാലം മാറിപ്പോയി. പഴയ CPM ആണെങ്കിൽ ഇന്ന് DYFIയുടെ ജില്ലാ സെക്രട്ടറി, അത് ഇപ്പോഴും ജില്ലാ സെക്രട്ടറി ആണെന്നാണ് എൻ്റെ അറിവ്. ജില്ലാ സെക്രട്ടറി പറയോ? അപ്പൊ അത് പഴയ പാർട്ടിയാ. എല്ലാ ബഹുമാനത്തോടും ചോദിക്കുക, എത്ര നാളത്തേക്കാ നടപടി? എത്ര നാളത്തേക്കാ ഒന്ന് പറയാമോ? ഒരു കുറിപ്പ് കൊടുക്കാൻ, ഒരു പറ്റാത്ത പാർട്ടിയായിട്ട് അതമ്പതിച്ചല്ലോ നിങ്ങളുടെ പാർട്ടി. ഒരു മര്യാദയൊക്കെ വേണ്ടേ? മര്യാദ. നിങ്ങളുടെ ഭരണഘടന സെപ്റ്റംബർ 25 പുറത്തു വരും. നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത് 15-ാം തീയതി. 10 ദിവസത്തിനുള്ളിൽ കോൺഗ്രസ് അംഗമായി തിരിച്ചു വരും. അനിശ്ചിതകാലത്തേക്ക് എന്ന് പറഞ്ഞ് കോൺഗ്രസിൽ ഒരു സസ്പെൻഷൻ സാധ്യമാണോ ശ്രീകുമാർ? പരമാവധി 1 മാസം വരെയല്ലേ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം അതിന്റെ കാര്യം. ഞാൻ പറഞ്ഞുതരാം. ഒരു മാസത്തിൽ കൂടുതലാണ് സസ്പെൻഷൻ എങ്കിൽ അനിശ്ചിതകാലത്തേക്കാണെങ്കിൽ അദ്ദേഹത്തിന് പദവികളിൽ നിന്ന് രാജിവെക്കേണ്ടി വരില്ലേ? അതായത് കോൺഗ്രസിൻ്റെ ഒരു പദവിയിലും അദ്ദേഹമില്ല, കോൺഗ്രസ് വേദികളിൽ അദ്ദേഹമില്ല. അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്നും മാറ്റിയിരിക്കുന്നു. ഡിസ്മിസിലല്ലെന്ന് മാത്രം. കാരണം ഡിസ്മിസിലാണെങ്കിൽ ഭരണഘടനാപരമായ കാര്യങ്ങൾ നോക്കണം. കാരണം അല്ലെങ്കിൽ കോടതിയിലൊക്കെ പോകാൻ പറ്റും. അപ്പോൾ സസ്പെൻഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഡോക്ടർ അരുൺകുമാർ ഉൾപ്പെടെയുള്ളവർ, അഭിപ്രായ സ്വരൂപകർ, ജനങ്ങൾ, പൊതുപ്രവർത്തകർ ഉൾപ്പെടെ, CPM നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞ് ഇങ്ങനൊരു ആക്ഷേപം വന്നിട്ടുണ്ട്. ആ ആക്ഷേപം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തതാ. ഇവിടെ അഡ്വക്കേറ്റ് അരുൺകുമാർ ഒരു കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾ ഗൂഢാലോചന നടത്തിയത് കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. അതാണ് കോൺഗ്രസിന്റെ അന്തസ്. CPM ഗൂഢാലോചന നടത്തിയെന്നോ മാധ്യമങ്ങൾ ഗൂഢാലോചന നടത്തിയെന്നോ കോൺഗ്രസോ KPC പ്രസിഡന്റോ പ്രതിപക്ഷത്തോ പറഞ്ഞിട്ടില്ല. മറിച്ച് അപ്പുറത്ത് അങ്ങനെയാണോ? അപ്പുറത്ത് ഏതെങ്കിലും ഒരു CPM-കാരന്റെ ലൈംഗിക ആരോപണം പുറത്തു വരുമ്പോൾ ആദ്യം മാധ്യമങ്ങളെ പിടിക്കും, പിന്നെ കോൺഗ്രസിനെ പിടിക്കും. ആരെയും പിടിച്ചിട്ടില്ല. അന്തസ്സായിട്ട് നടപടിയെടുത്തു. അത് ഇവർക്കത് ഇവരുടെ പ്രത്യാശ തകർന്നു പോയി. ഡോക്ടർ അരുൺകുമാർ, ഇവരുടെ പ്രത്യാശ തകർന്നു പോയി. ജിതിദേവ്, ഇതാണ് യാഥാർത്ഥ്യം.
നമ്മുടെ മുന്നിലിരിക്കുന്നു. നിയമസഭാ സമ്മേളനത്തിന്റെ പശ്ചാത്തലമാണ്. ശ്രീകുമാർ പറയുന്നത് പോലെ പാർട്ടി പ്രസിഡന്റും പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവും പറയുന്നു. അതിനകത്ത് ഇനി എവിടെയാണ് വ്യക്തത വരുത്തേണ്ടത്? സമൂഹ മാധ്യമങ്ങളിൽ അതുപോലെ പലതും നമ്മൾ കാണുന്നുണ്ട്. അത് എല്ലാ പാർട്ടികളിലും ഇങ്ങനെ കുറേ സൈബർ ചാവേറുകൾ ഉണ്ടാവും. അവരെ നമ്മൾ ഗൗനിക്കേണ്ടതേയില്ല. അപ്പോൾ പാർട്ടി ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടാണ്. അതൊരു ക്ലോസ്ഡ് ചാപ്റ്ററാണ്. സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ തന്നെ പറയുന്നു, പാർട്ടി മാതൃകാപരമായ നിലപാടെടുത്തു എന്ന് കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നു. തെറ്റു പറയാൻ പറ്റുമോ? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ അരുൺകുമാർ ഒരു കാര്യം സൂചിപ്പിച്ചു പോയി. അപ്പോൾ അതൊന്ന് തിരുത്തിയില്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട ഈ ചർച്ച കാണുന്ന അനുയായികളെങ്കിലും ചില ഒരു നിമിഷം തിരിച്ചു പോകും. അദ്ദേഹം ശിശു മരണനിരക്കിനെ സംബന്ധിച്ചൊരു കണക്ക് പറയുന്നുണ്ട്. ഇപ്പം ഇവരിങ്ങനെയാണ് എന്താണ് ട്രംപിനെതിരെ എന്ത് നിലപാടെടുക്കണമെന്നുള്ളത് ഞങ്ങൾ ആലോചിച്ച് PBയിൽ ആലോചിച്ച് തീരുമാനിക്കുക പറയുന്ന MA ബേബി സഹാവിൻ്റെ പാർട്ടിയല്ലേ. ശിശു മരണനിരക്കിൽ അമേരിക്കയെ കേരളം കടത്തി വെട്ടി സാർ എന്നൊരു സാധനം ശ്രീ അരുൺകുമാർ അഭിമാനത്തോടെ പറയുന്നുണ്ടായിരുന്നു. അങ്ങ് മണിപ്പൂരിൻ്റെ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് ഒന്ന് പരിശോധിക്കണം. 3 സിക്കിം നമ്മളെക്കാൾ പുറകിൽ നിൽക്കുന്ന സിക്കിമും നാഗാലാൻഡും 4. ഇത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ന്യൂബോൺ ബേബി ആക്ഷൻ പ്ലാൻ, നാഷണൽ ഹെൽത്ത് മിഷന്റെ ഒരു ആക്ഷൻ പ്ലാൻ ആണ്. 2013 നമ്മുടെ രാജ്യത്ത് ശിശു മരണ നിരക്ക് 44 ആയിരുന്നു. മണിപ്പൂരിൽ അല്ലാതെ തന്നെ നിങ്ങൾ കൊന്നോണ്ടിരിക്കുക. അത് ഇതാണ് പ്രശ്നം. എന്തെങ്കിലും കാര്യങ്ങൾ ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അറിയാമോ? ഇവര് എപ്പോഴും ഇവർ കരുതുന്നത് അറിയാമോ? ഒരു കുഞ്ഞു സ്റ്റേറ്റ് ഭരിച്ചാൽ പോലും ഇതൊരു രാജ്യമാണ്, അൽ കേരള ഒരു വലിയ രാജ്യമാണെന്നൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത്. അങ്ങനെ പറഞ്ഞു വെക്കതായിരുന്നു പറഞ്ഞു. ചിലപ്പോൾ നിങ്ങളുടെ അനുയായികൾ തെറ്റിദ്ധരിക്കും. ജനങ്ങൾക്ക് അറിയാതൊക്കെ, പക്ഷെ നിങ്ങളുടെ അനുയായികൾ എനിക്ക് ഇത് കൈയടിച്ചു. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങളൊന്നും പറഞ്ഞു വെക്കരുത്. അത് നാഷണൽ ഹെൽത്ത് മിഷന്റെ INAP എന്ന് പറഞ്ഞ ഒരു വലിയ ആക്ഷൻ പ്ലാനാണ്. 2030 നമ്മൾ ഇതൊരു 10 താഴെ കൊണ്ടുവരാൻ പറ്റുള്ള വലിയ ആക്ഷൻ പ്ലാനാണ്. അതുകൊണ്ട് ഇതൊന്നും പറയുന്നത്. 2, അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നോക്കൂ. കോൺഗ്രസിന് ഒരു നിലപാടെടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ VD സതീശന്റെ നിലപാടാണോ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അടൂർ പ്രകാശിനുള്ളത്? അങ്ങനെ ഒരു നിലപാട് പറയാൻ ധൈര്യമുള്ള ഒരു കോൺഗ്രസ് നേതാവുണ്ടോ? VD സതീശൻ പറഞ്ഞതിനെ ബാക്കപ്പ് ചെയ്യാൻ ധൈര്യമുള്ള ഒരു കോൺഗ്രസ് നേതാവ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, വേറെ ഒന്നും വേണ്ട. ഇപ്പം VD സതീശൻ നടത്തുന്നത് റിയൽ പൊളിറ്റിക്സ് അല്ലല്ലോ, റിയൽ പൊളിറ്റിക്സ് അല്ലേ. ഈ റിയൽ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുള്ള ധൈര്യം കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കുണ്ടോ? പോസ്റ്റ് ഇടുന്നതേ ഓർമ്മ കാണും, അപ്പോഴേക്ക് ഏറിപ്പോകും. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതിനകത്ത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കഴിവുകളൊക്കെ ഉള്ളത് കോൺഗ്രസ് പാർട്ടിയിൽ ഒരു മെറിറ്റ് ആണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നമ്മുടെ റിപ്പോർട്ടർ പുറത്തുവിട്ട ഒരു ശബ്ദരേഖയിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ മലീമസമാകുവാണ് ഡോക്ടർ അരുൺകുമാർ. നമ്മുടെ രാഷ്ട്രീയം, പൊതു കേരളത്തിന്റെ രാഷ്ട്രീയം ഇത് മാറ്റപ്പെടേണ്ടതാണ്. ഇതൊക്കെ മാറണം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന, ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കുന്ന ഒരു പുതിയ പോസിറ്റീവ് പൊളിറ്റിക്സ് നമ്മുടെ നാട്ടിൽ വരേണ്ട സമയം എന്നേ അതിക്രമിച്ചു. അതിനു വേണ്ടിയിട്ടാണ് ഞാനും എന്താ പറയുക KS അരുൺകുമാറും അല്ലെങ്കിൽ ഇരിക്കുന്ന കോൺഗ്രസിന്റെ സഹയാത്രിയും ഒക്കെ പരിശ്രമിക്കേണ്ടുന്നത്. ഇത് മാറണം. എത്ര കാലമായി അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പറക്കിക്കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം. ഡോക്ടർ അരുൺ, താങ്ക് യു. ജിതിൻ ദേവ് ചർച്ചയിൽ ചേർത്തതിന്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, N ശ്രീകുമാർ, കോൺഗ്രസ്. Debate with Dr. Arun Kumar.